നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുപുഞ്ചിരിയോടെ നിങ്ങൾക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥിരമായി ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു കണ്ടന്റ് അല്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല ആളുകളും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. കുറേ വാർത്തകൾ എപ്പോഴും ആളുകൾ അയച്ചു തരാറുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന വാർത്തകളായിരിക്കാം. ഈ ഒരു വാർത്തകൾ അതേപടി എടുത്ത് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില വാർത്തകളെ കുറിച്ചിട്ടും അതിൻ്റെ വിശകലനത്തെ കുറിച്ചിട്ടുമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാർത്തയുടെ പിന്നിൽ ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. അതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് സാധാരണ ഒരു മലയാളി ഇടുന്ന കമന്റിന് പിന്നിൽ പോലും കുറേയധികം കാര്യങ്ങളുണ്ട്. ആ ഒരു കമന്റ് പോലും അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി പോലും ഇതുപോലുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാവാൻ കാരണമായി വരാറുണ്ട്. എളമക്കരയിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റം സംബന്ധിച്ച് കുഞ്ഞിന്റെ അമ്മയുടെ സുഹൃത്ത് ഷാനി 3 മണിക്കൂർ തികയും മുൻപാണ് കുഞ്ഞിനെ 22-കാരിയായ യുവതി ഫ്ളാറ്റിൽ നിന്നും എറിഞ്ഞു കൊലപ്പെടുത്തിയത്. മകൾ ഗർഭിണിയായതോ പ്രസവിച്ചതോ വീട്ടിലുണ്ടായിരുന്ന മാതാപിതാക്കൾ പോലും അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും നടുക്കമുണ്ടാക്കിയ കാര്യം. പത്തനംതിട്ട തിരുവല്ലയിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകം. അവിവാഹിതയായ അമ്മ മല്ലപ്പള്ളി സ്വദേശി നീതു പിടിയിൽ. മാവേലിക്കര പുന്നമൂട്ടിൽ മകളെ കൊലപ്പെടുത്തിയ പുന്നമൂട് സ്വദേശി മഹേഷ് അറസ്റ്റ്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവ് പീഡിപ്പിച്ചതിനെ തുടർന്ന് ഗർഭിണിയായെന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ ഇത് പൂർണ്ണമായും പോലീസും വിശ്വസിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെയൊക്കെ മനസ്സിന് ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കുന്ന വാർത്തകൾ ഏതാണ്? ബാക്കിയുള്ള കൊലപാതകങ്ങൾ അതെല്ലാം നോർമലൈസ്ഡ് ആയി പോയി. ഈ ഒരു നാട്ടിൽ അതിക്രമങ്ങൾ എന്നും ഉണ്ടാവാറുണ്ട്. പക്ഷേ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുന്ന വാർത്തകൾ നമ്മുടെ മനസ്സിനെ പിടിച്ച് കുലുക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ 22 വയസ്സുള്ള യുവതി കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എറിഞ്ഞു, കവറിലാക്കി എറിഞ്ഞു. ആ ഒരു വീഴുന്ന ദൃശ്യങ്ങളൊക്കെ മലയാളികൾ ഞെട്ടലോടെയാണ് കണ്ടത്. അതിനടുത്ത ദിവസം ആരും അറിയാതെ ഹോസ്റ്റലിൽ കുട്ടിക്ക് ജന്മം കൊടുത്ത യുവതിയുടെ വാർത്ത കേട്ടിരുന്നു. 2 മാസങ്ങൾക്ക് മുൻപ് ശില്പ എന്ന് പറയുന്ന യുവതി കുഞ്ഞിനെ, നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ഒരിക്കൽ പോലീസ് വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ശില്പ കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യം പങ്കാളി അറിയുന്നത്. ഇതിന്റെ പേരിലുള്ള പ്രശ്നത്തിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു. ഇതോടെ കുഞ്ഞ് ശില്പയ്ക്കൊരു ബാധ്യതയായി. അങ്ങനെയാണ് 1 വയസ്സുള്ള മകളെ അവൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. 5 മാസങ്ങൾക്ക് മുൻപ് മല്ലപ്പള്ളിയിൽ കുഞ്ഞിനെ കൊല്ലാനായിട്ട് തെരുതെരെ മുഖത്ത് വെള്ളമൊഴിച്ചു. അവസാനം ശ്വാസം കിട്ടാതെ കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാവേലിക്കരയിൽ നക്ഷത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ അച്ഛൻ കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കേട്ടിരുന്നു. ഇതുപോലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വരുന്ന റെസ്പോൺസുകൾ എന്താണ്? ഒന്നാമതായിട്ട് ബാലാവകാശ കമ്മീഷൻ കേസ് എടുക്കും അല്ലേ? ആ ഒരു വാർത്തകൾ കേൾക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളുടെ അപ്ഡേറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വരുന്ന അപ്ഡേറ്റ് ആണ് ബാലാവകാശ കമ്മീഷന്റെ കേസെടുപ്പിനെ കുറിച്ചിട്ട്. രണ്ടാമതായിട്ട് ഏത് തരത്തിലുള്ള റെസ്പോൺസുകളായിരിക്കും വരുന്നത്? കൊല്ലരുതേ, ആർക്കെങ്കിലും കൊടുത്തൂടെ, അമ്മ തൊട്ടിലുണ്ടല്ലോ, അനാഥാലയത്തിൽ കൊടുത്തൂടെ, എന്തിനാണ് കൊല്ലുന്നത്, ഇങ്ങനെ തുടങ്ങിയ കുറേയധികം റെസ്പോൺസുകൾ. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളും പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. ഇനി മൂന്നാമതായിട്ട് വരുന്ന റെസ്പോൺസ് എന്താണ്? സമൂഹത്തിൽ നിന്ന്. അത് ഈ ഒരു കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് എന്ത് പറ്റി എന്നുള്ള ആവലാതികളാണ്. ഇനി അടുത്തതായിട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്റെ ഒരു സാധ്യതയെ കുറിച്ചിട്ട്, ഇതുപോലുള്ള ക്രൈമുകളിൽ അതിന്റെ ഒരു സാന്നിധ്യതയെ കുറിച്ചിട്ട് ആളുകൾ പറയാറുണ്ട്. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. കാരണം നമ്മൾ ഇവിടെ റീസെന്റ് ആയിട്ട് കേൾക്കുന്ന പല കൊലപാതക കേസുകളിലും അതിന്റെ സാന്നിധ്യം വളരെ റെയറാണ്. അത് പലപ്പോഴും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അത് ആളുകളുടെ അറിവ് കൊണ്ട് ചിന്തിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ വായിക്കുന്ന റീസെന്റ് ആയിട്ട് കണ്ട പല വാർത്തകളിലും അതിന്റെ സാന്നിധ്യം വളരെ കുറവാണ്. ഇതിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം എടുത്തു മാറ്റി ബാക്കി 3 റെസ്പോൺസുകളെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ക്രൈമിനുള്ള കുറേയധികം കാര്യങ്ങൾ, മോട്ടീവ്സ് കിടപ്പുണ്ട്. ആ പറയുന്ന 3 റെസ്പോൺസുകളിൽ തന്നെ ഇതുപോലുള്ള ക്രൈമുകൾ ആവർത്തിക്കപ്പെടാനായിട്ടുള്ള കുറേയധികം മെസ്സേജുകളുണ്ട്. നിങ്ങളിപ്പോൾ ടെൻഷനാവും. കാരണം നിങ്ങളിൽ പല ആളുകളും അത്തരത്തിലുള്ള റെസ്പോൺസുകൾ പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള റെസ്പോൺസുകൾ പങ്കുവയ്ക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം എത്രത്തോളം പ്രാവർത്തികമാവുന്നുണ്ട് ഈ ഒരു നാട്ടിൽ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ബാലാവകാശ കമ്മീഷൻ സ്ട്രോങ് ആണോ? കൊല്ലരുത് എന്ന് പറയുന്ന ഹാഷ്ടാഗിൽ വരുന്ന നമ്മൾ അബോർഷനെതിരായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ കുട്ടിക്ക് പിന്നീട് സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇനി ഈ ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടികളുടെ ആവലാതികളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടികളുടെ സ്വഭാവം മാത്രമാണോ ഇതുപോലുള്ള ക്രൈമിന് കാരണമായിട്ടുണ്ടാവുന്നത്? അവരാരും ദിവ്യഗർഭം ധരിക്കുന്ന ആളുകളല്ലല്ലോ. ഒരു സ്ത്രീയും പുരുഷനും ചേരുന്ന സമയത്തല്ലേ ഒരു കുട്ടി ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഡെപ്ത് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. വളരെ ചുരുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ 244 കുട്ടികളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. 2016 മുതൽ 23 വരെയുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 214 കുട്ടികൾ കൊല്ലപ്പെടുകയും 9604 കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. 2016-23 കാലയളവിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം
31,364. ഇതൊരു ചെറിയ സംഖ്യയല്ല. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. ബാലാവകാശ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന സമയത്ത് റെസ്പോൺസ് ആയിട്ട് അവരൊരു ആക്ഷൻ എടുക്കുന്നു, കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു, മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അതോടെ ബാലാവകാശ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിക്കുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ. ഇത്തരത്തിൽ കേസുകൾ വരുന്ന സമയത്ത്, ഇത്തരത്തിൽ ക്രൈമുകൾ കൂടുന്ന സമയത്ത് ബാലാവകാശ കമ്മീഷൻ ഒരു നോക്കുകുത്തിയാണെന്ന് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിനിടയിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, അധികാരികൾ ബാലാവകാശ കമ്മീഷനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വനിതാ കമ്മീഷനെയും ബാലാവകാശ കമ്മീഷനെയും ഒക്കെ കോമഡിയാക്കുന്ന സാധാരണ ജനം ഇവിടെയുണ്ട്. അവരെന്തുകൊണ്ടാണ് അതിനെ കോമഡിയാക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. പിന്നീടുള്ളത് രാഷ്ട്രീയ നേതൃത്വം അങ്ങനെയാണ് കാട്ടിക്കൊടുക്കുന്നത്. മിക്സഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ആശയം ലോകം മുഴുവൻ വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുന്ന ഒരു സംഗതിയാണ്. മിക്സഡ് സ്കൂൾ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മിക്സഡ് സ്കൂൾ ആവുന്ന സമയത്ത് ജെൻഡർ ഭേദമന്യേ മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാല്യകാലം തൊട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം. അല്ലാതെ വേറെ സംഗതിയൊന്നുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ പിടിവാശിക്കാരായിട്ടുള്ള ആത്മാഭിമാനം ഏറെ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് പേടിയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്നിരുന്നു കഴിഞ്ഞാൽ എന്തോ ക്രൈം സംഭവിക്കുമെന്നുള്ള പേടിയാണ്. അസ്വാഭാവികതയാണ്. ആണും പെണ്ണും ചേർന്നിരിക്കുന്നത് അസ്വാഭാവികതയാണ്. സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിന് ഇവർക്ക് പറ്റില്ല. ഇവരുടെ ഉള്ളിൽ വല്ലാത്ത പിടിവാശിയാണ്. ഞങ്ങളെപ്പോലുള്ള ഏറ്റവും മികച്ച മാതാപിതാക്കൾ, ഞങ്ങളെപ്പോലുള്ള ഏറ്റവും മികച്ച മതവിശ്വാസികൾ, ഞങ്ങളെപ്പോലുള്ള ഏറ്റവും വലിയ സദാചാര ചിന്തകളുള്ള ആളുകൾ, ഞങ്ങളുടെ ഒന്നും കുട്ടികൾക്ക് വിവാഹം എന്ന് പറയുന്ന ലീഗൽ സ്റ്റാറ്റസിന് മുൻപ് ലൈംഗികപരമായിട്ടുള്ള ഒരു ആഗ്രഹമോ ഒരു ആവശ്യമോ തോന്നത്തില്ല എന്നുള്ള പിടിവാശിയാണ്. മറ്റ് മനുഷ്യന്മാരുടെ സ്വാഭാവിക ജൈവിക ഘടനയിലാണ് ഇവർ ഈ കോൺഫിഡൻസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരത്തേ ഇല്ല എന്നുള്ള ഒരു പിടിവാശി ഉള്ളതുകൊണ്ട് ഇവരുടെ കുട്ടികൾക്ക് സെക്സ് എന്ന് പറയുന്ന ഒരു വാക്കുള്ളതുകൊണ്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അവരതിന് സമ്മതിക്കില്ല. ഇതുപോലുള്ള പിടിവാശിക്കാർ, ഇടുങ്ങിയ ചിന്താഗതിക്കാർ, മതവാദികൾ, മതവിശ്വാസികൾ ഒരു വോട്ട് ബാങ്ക് കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയക്കാർ ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷനൊക്കെ എടുക്കുന്ന ചില തീരുമാനങ്ങളെ പുച്ഛിച്ച് തള്ളി മാസാവാനായിട്ട് ശ്രമിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ എന്താണ്? ബാലാവകാശ കമ്മീഷൻ അല്ലേ, ഹൈക്കോർട്ടൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ആ ഒരു ഉത്തരവ് അത്രയധികം വലിയ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ ഇതുപോലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന ഒരു കമ്മീഷനായിട്ട് ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ മാറുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും അനുവദിച്ച് കൊടുക്കുന്നില്ല. നല്ല സാലറി ഉള്ള പൊസിഷനിൽ ഇരിക്കുന്ന ബാലാവകാശ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഒരു ക്രൈം എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ കാര്യമായിട്ടുള്ള പഠനമോ പ്രവർത്തനമോ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറില്ല. തൊടുപുഴയിൽ 7 വയസ്സുള്ള ഒരു കുട്ടിയെ നിലത്തടിച്ചു കൊന്നു. അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കുട്ടിയെ കൊന്നത്. അമ്മയും ആ ഒരു കൊലപാതകത്തിൽ കൂട്ടാളിയാണ്. അമ്മയും ആ ഒരു ക്രൈമിന്റെ ഭാഗമാണ്. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. അരുൺ എന്ന് പറയുന്ന വ്യക്തിക്ക് തടവ് ശിക്ഷ കിട്ടി. ഈ അമ്മയുടെ കാര്യം പിന്നീട് ഒരിടത്ത് ഞാൻ കേട്ടില്ല. ഈ അമ്മയുടെ പേരിനെ കുറിച്ചിട്ടും എനിക്കറിയില്ല. അമ്മയെക്കുറിച്ചിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. അതെന്താണ് ഈ അമ്മ മാത്രം സീനിൽ നിന്ന് ഔട്ടായത്? തൊടുപുഴയിൽ കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ പിതാവിൻ്റെതും കൊലപാതകമെന്ന് ക്രൈംബ്രാഞ്ച്. കുട്ടിയുടെ പിതാവ് ബിജുവിനെയും കഴുത്തു ഞെരിച്ച് കൊന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഹൃദയാഘാതം മൂലമാണ് മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിന്നീട് ബിജുവിന്റെ കുടുംബത്തിന് ആവശ്യപ്രകാരം റീപോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ അമ്മയെ നുണപരിശോധന നടത്താൻ ക്രൈംബ്രാഞ്ച് നീക്കമുണ്ട്. ഇളയ കുട്ടിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ അമ്മയുടെ കാമുകൻ അരുൺ ആനന്ദിനെ ഇന്നലെ 21 വർഷം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു. ഫസ്റ്റ് റെസ്പോൺസ് ആയിട്ടുള്ള ബാലാവകാശ കമ്മീഷന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ കിട്ടിയല്ലോ. ഇനി കുറേയധികം കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് അധികം പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത കൊല്ലരുതേ എന്ന് പറയുന്ന ഹാഷ്ടാഗിൽ കാണുന്ന കുറേയധികം റെസ്പോൺസുകൾ. കൊല്ലരുതേ, എന്തിനാണ് അരിമ മക്കളെ കൊല്ലുന്നത്? ഇല്ലാത്ത ആളുകൾക്ക് കൊടുത്തൂടെ? അമ്മ തൊട്ടിലിൽ കൊടുത്തൂടെ? അനാഥാലയത്തിൽ കൊടുത്തൂടെ? അത്ര സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണോ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? അമ്മ തൊട്ടിലുകളെ കുറിച്ചിട്ടുള്ള ഈ ഒരു വാർത്തകൾ നോക്കും. കാസർകോട്ടെ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ ഈ അമ്മ തൊട്ടിലിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പ്രവർത്തിക്കാതെ ആയിട്ട് ഏകദേശം 2010 സുജയ പറഞ്ഞതുപോലെ തന്നെ 2010 ഇത് ഒരു പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം 2 വർഷങ്ങൾ പിന്നിടുകയാണ് ഈ അമ്മ തൊട്ടിൽ പ്രവർത്തിക്കാതായിട്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ആ ദൃശ്യങ്ങളിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഈ അമ്മ തൊട്ടിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വലിയൊരു ബോർഡ് കാണാം, ഒരു നീല ഒരു ബോർഡാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്മ തൊട്ടിൽ പ്രവർത്തിക്കുന്നില്ല, കുട്ടികളെ ഏൽപ്പിക്കാനുള്ളവർ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു 2 നമ്പറാണ് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളം ആകുന്നു. ഈ 2010 ശേഷം ഏകദേശം 7ഓളം കുട്ടികളാണ് ഇവിടെ എത്തി പുതുജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നും പ്രായോഗികമല്ലാത്ത രീതിയിലാണ് പോകുന്നത്. കാരണം ഈ അമ്മ തൊട്ടിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുമ്പോഴത്തേക്കും ഈ ആശുപത്രിക്കുള്ളിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരു മണി മുഴങ്ങും. ആ മണി, അതായത് ആ അലാറം പ്രവർത്തനരഹിതമായതുകൊണ്ടാണ് ഈ അമ്മ തൊട്ടിൽ ഈ പ്രവർത്തിക്കാത്തത്. ഈ മണി
അതായത് ഈ അലാറം വലിയ രീതിയിൽ അതായത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പലതവണയായി ഈ അലാറം ശരിയായിട്ടില്ല, പലതവണ പ്രവർത്തിപ്പിക്കാൻ നോക്കി ശരിയായിട്ടില്ല. അതിനുശേഷം ഇതിലാരും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ ഓരത്ത് ഒരു തൊട്ടിൽ കാത്തിരിപ്പുണ്ട്. ഈ മടിത്തട്ടിൽ ആരെങ്കിലും എത്തിപ്പെട്ടാൽ കുഞ്ഞിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കാതെ അധികൃതർ അറിയില്ല. തകരാർ മൂലം അമ്മത്തൊട്ടിലിന്റെ അലാം പ്രവർത്തിക്കാതായിട്ട് 1 വർഷം പിന്നിടുന്നു. അധികൃതരാകട്ടെ ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും, ഏതെങ്കിലും ഒരു അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുകൂടായിരുന്നോ എന്ന്. കൊച്ചിയിലെ അത്തരം ഒരു അമ്മത്തൊട്ടിലിന് മുന്നിലാണ് ഞാനിപ്പോഴുള്ളത്. കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയ ഈ ഹൈടെക് അമ്മത്തൊട്ടിൽ പക്ഷേ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അമ്മത്തൊട്ടിൽ എന്ന കോൺസെപ്റ്റിന്റെ ബേസിക് ഐഡിയ എന്താണ്? കുട്ടി ജനിച്ചു, പങ്കാളികൾക്ക് കുട്ടിയെ നോക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് കുട്ടിയെ വേണ്ട, അല്ലെങ്കിൽ ആഗ്രഹം ഇല്ലാത്ത ഒരു സമയത്താണ് കുട്ടി ജനിച്ചത്. അവിടെ കുട്ടിയുടെ ജീവന് കൂടുതൽ വില നൽകി കുട്ടിയെ സുരക്ഷിതമായിട്ട് ആരും അറിയാതെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അമ്മത്തൊട്ടിലിൻ്റെ ഒരു ഐഡിയ. എന്നാൽ ആരും അറിയാതെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാനുള്ള സാഹചര്യം ഈ ഒരു വാർത്തകൾ കണ്ട സമയത്ത് അമ്മത്തൊട്ടിലിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. പണ്ടൊരിക്കൽ ആലപ്പുഴയിലെ അമ്മത്തൊട്ടിലിൻ്റെ ഒരു ന്യൂസ് സ്റ്റോറി കവർ ചെയ്യാൻ സുഹൃത്തിനൊപ്പം പോയത് ഓർക്കുന്നു. അപ്പോൾ അവിടെ കുട്ടിയെ ആരും അറിയാതെ കൊണ്ടുപോയി വെക്കാനായിട്ടുള്ളൊരു സൗകര്യം എനിക്കന്ന് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഈ ഒരു കാലഘട്ടത്തിൽ അത് പ്രവർത്തനത്തിലുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. പ്രവർത്തനത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലത്. അമ്മത്തൊട്ടിലേക്ക് ആദ്യഘട്ടങ്ങളിൽ കുട്ടികൾ വരുന്ന തിരുവനന്തപുരം തൈക്കാടാണ് അമ്മത്തൊട്ടിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 22 വർഷത്തിനിടെ ലഭിച്ചത് 599 പിഞ്ചു കുഞ്ഞുങ്ങളെയാണ്. അമ്മത്തൊട്ടിലിൽ നിന്ന് ലഭിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം ഇത്രയും ഉയരുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളത് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രഖ്യാപനങ്ങളും പദ്ധതികളുമൊക്കെ അതിനുശേഷം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പലതുമുണ്ടായി. ഒപ്പം തന്നെ പ്രതിസന്ധികളും നേരിട്ടു. അമ്മത്തൊട്ടിലുകൾ എവിടെയെന്ന് അനായാസം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഹൈടെക് അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം വന്നത് കഴിഞ്ഞ വർഷമാണ്. മാറ്റി സ്ഥാപിക്കാവുന്ന അമ്മത്തൊട്ടിൽ എന്നതാണ് ഈ ഹൈടെക്കിന്റെ ആശയം. ഹൈടെക് അമ്മത്തൊട്ടിലുകളുടെ പ്രത്യേകത എന്താണ് എന്നുകൂടി പറയാം. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തിരുന്നുകൊണ്ട് ഈ തൊട്ടിലിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് അമ്മത്തൊട്ടിലിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചാലും തിരുവനന്തപുരത്ത് ആ വിവരം കിട്ടും. ഉടൻ തന്നെ ആ കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. വാട്സാപ്പിലും ഇമെയിലിലും ഈ വിവരം ഓഫീസിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഹൈടെക് അമ്മത്തൊട്ടിലിന്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളപ്പോൾ അത് എത്രത്തോളം കാര്യക്ഷമമായാണ് ഇപ്പോഴുള്ളത് എന്നതുകൂടി വേണം നമ്മൾ പരിശോധിച്ചു പോകാൻ. അല്ലാത്ത അമ്മത്തൊട്ടിലുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. ടീനേജ് പ്രഗ്നൻസിയൊക്കെ എല്ലാ നാടുകളിലും മാനേജ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ കുട്ടികളെ കൂടുതൽ ബോധവൽക്കരിക്കുക, ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാര്യത്തെ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റിസ്ക് എലമെൻസും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ ലൈംഗികത എന്ന് പറയുന്ന ഒരു സാധനത്തെ നമുക്ക് ബാൻ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അത് സ്വാഭാവികമായിട്ടുള്ള ജൈവിക ഘടനയിൽ ആളുകൾക്ക് തോന്നുന്ന ചില ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അമ്മത്തൊട്ടിൽ പോലെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം. ഇനിയിപ്പോൾ അബോർഷനെ കുറിച്ചിട്ട് അബോർഷനിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഈ ഗർഭനിരോധനം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴും മലയാളം ഷോർട്ട് ഫിലിമുകളിലും വെബ് സീരീസുകളിലും സിനിമകളിലും നമ്മുടെയൊക്കെ കോമഡികളിലും വലിയ സ്ഥാനമുണ്ട്. കോണ്ടം വാങ്ങാനായിട്ട് പോവുകയും മെഡിക്കൽ സ്റ്റോറിലെ ചേട്ടൻ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്ന ആ ഒരു രംഗത്തിന്. അത് ഇപ്പോഴും കോമഡിയാണ്. എന്താണ് കാരണം? എന്താണ്? അസ്വാഭാവികമാണ്. വിവാഹത്തിന് മുൻപ് ലൈംഗികത എന്ന് പറയുന്ന ഒരു കാര്യം അസ്വാഭാവികവുമാണ്, ക്രൈമുമാണ് എന്നുള്ള രീതിയിലാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ ലൈംഗികത ഈ തരത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ ലൈംഗിക ബന്ധത്തിന് ശേഷം കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും നോക്കിക്കാണുന്നത്. അബോർഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ എതിർക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. ഭ്രൂണഹത്യ ഏറ്റവും വലിയ പാപമാണ് എന്ന് മതസംഘടനകൾ ഇങ്ങനെ നാഴികയ്ക്ക് നാപ്പോട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭ്രൂണവും ഒരു ജീവനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവർ ഷെയർ ചെയ്യുന്ന വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ഒന്നിൽ പോലും കുട്ടി ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഇന്ത്യയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മാതാപിതാക്കളിൽ നിന്നിട്ടും കുടുംബത്തിലെ അടുത്ത ആളുകളിൽ നിന്നിട്ടുമാണ് ഉണ്ടാകുന്നത്, ലൈംഗിക അതിക്രമങ്ങൾ അടക്കം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റസോ ഇത് തടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു റീലുകളോ ആർക്കും ഷെയർ ചെയ്യാനുണ്ടാവില്ല. ഭ്രൂണഹത്യ പാപമാണ് എന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു വെക്കും. ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന സമയത്ത് എന്താണ്, പല ഡോക്ടേഴ്സ് ഉണ്ട് അവരുടെ എത്തിക്സിന് വിരുദ്ധമാണ് ഭ്രൂണഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം. പല ഹോസ്പിറ്റലുകൾ അത് ചെയ്യാറില്ല.
മത മാനേജ്മെന്റുകളുള്ള ഹോസ്പിറ്റലുകൾ അത് ചെയ്യാറില്ല. ഇതൊക്കെ ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്തി ഒരു ഗർഭം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം പോലും ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് പലപ്പോഴും ആളുകൾ ഈസി ആയിട്ട് കരുതുന്നത് എന്താണ്, കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ചില നടപടികളാണ്. നമ്മുടെയൊക്കെ റെസ്പോൺസുകൾ, നമ്മുടെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള റെസ്പോൺസുകളുടെ പിന്നിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലായില്ലേ. ഇതുപോലെ എല്ലാത്തിനെയും കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒത്തിരിയധികം ക്രൈമുകൾ ഉണ്ടാവും, ഒത്തിരിയധികം കുട്ടികളുടെ ജീവൻ ഇല്ലാണ്ടാവും. കൊല്ലരുതേ ആർക്കെങ്കിലും കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനത്തെക്കുറിച്ചിട്ടും അതിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ കുറിച്ചിട്ടും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൈമുകൾ ഒഴിവാക്കാൻ പറ്റില്ലേ? ഗർഭനിരോധനം എന്ന് പറയുന്ന ഒരു കാര്യം ചില അവസരങ്ങളിൽ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഇല്ലാത്ത അവസരങ്ങളിലെങ്കിലും, അത് കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള അവസരങ്ങളിലെങ്കിലും ആളുകൾ ചെയ്യുന്നത് അതുങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ പുണ്യമായിട്ട് കരുതിക്കൂടെ? വെറുതെ ഇങ്ങനെ കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേന് നരകിച്ച് ജീവിക്കുന്നത് കണ്ട് നമ്മളെന്തോ വലിയ കാര്യം ചെയ്തുവെന്ന് ആത്മനിർവൃതി അടയുന്നതിൻ്റെ പിന്നിലുള്ള സാഡിസം എന്താണ്? ഇനി അടുത്ത റെസ്പോൺസിലേക്ക് പോകാം. നമ്മുടെ പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള വേവലാതി. അത് കേൾക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട്, 2020 ശേഷം ജനിച്ച പെൺകുട്ടികൾ ദിവ്യഗർഭം ധരിക്കുന്ന ആളുകളാണ്. അവിടെ പുരുഷന്റെ സാന്നിധ്യം തീരെ ഇല്ല. അവരെന്തോ ഒറ്റയ്ക്ക് ഗർഭം ധരിക്കുന്ന ആളുകളാണ്. ഇവിടെ എല്ലാം പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പലപ്പോഴും പല കേസുകളിലും ഒരു പങ്കാളി ഗർഭധാരണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ചേർന്ന് നിൽക്കാത്ത അവസരത്തിലാണ് ആളുകൾ ഈ കടുത്ത തീരുമാനമൊക്കെ എടുക്കുന്നത്, കൊലപാതകം നടത്തുന്നത്. ലിവിങ് റിലേഷൻഷിപ്പുകളുണ്ട്. എന്തുകൊണ്ടാണ് ലിവിങ് റിലേഷൻഷിപ്പുകൾ കൂടുതലായിട്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നത്? ഇപ്പോൾ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ക്രൈം അല്ല, അസ്വാഭാവികമായിട്ടുള്ളൊരു സംഗതിയല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ലിവിങ് റിലേഷൻഷിപ്പുകൾ കൂടുതലും എങ്ങനെയാണ്? വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ, ആളുകളിൽ നിന്ന് ഒളിച്ച് മാറ്റി ആ ഒരു ബന്ധത്തെ വെക്കേണ്ട സാഹചര്യത്തിലാണ് പലപ്പോഴും ലിവിങ് റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുന്നത്. അതിൻ്റെ കാരണക്കാർ ആരാണ്? അവർക്ക് ആ ഒരു സാഹചര്യം ഒരുക്കാത്ത നമ്മളാണ്. പലപ്പോഴും ലീഗൽ സ്റ്റാറ്റസ് ആയിട്ടുള്ള വിവാഹത്തിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. കാരണം അതിന് സമൂഹം അംഗീകരിക്കുന്നുണ്ടാവില്ല, വീട്ടുകാർ അംഗീകരിക്കുന്നുണ്ടാവില്ല. പക്ഷേ സ്വാഭാവിക മനുഷ്യന്മാരാണ്, ജൈവഘടനയൊക്കെ സെയിം ആണ്. അതേപോലെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരാവുന്ന സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകൾ അവരെ അതിന് നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ സമ്മതിക്കത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിലൊക്കെ അവർ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. അവിടെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ, പങ്കാളി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ അവർ കൈകാര്യം ചെയ്യുക? അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് പോയ ഒരാൾ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക? അപ്പോൾ അവിടെയും നമ്മളുടെ സിസ്റ്റം വളരെ പ്രശ്നമാണ്. ഇവിടെ പലപ്പോഴും ഈ ആണുങ്ങൾ ഓടി രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒളിച്ച് ഓടുന്നത് എന്തുകൊണ്ടാണ്? അവരെയും വളർത്തി വെച്ചിരിക്കുന്നത് അത്ര പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ലൈംഗികത, ഗർഭം ധരിക്കൽ, വിവാഹം എന്നീ കാര്യങ്ങളൊക്കെ സദാചാരവുമായിട്ട് കണക്ട് ചെയ്ത് കൂട്ടിക്കുഴച്ച് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന റെസ്പോൺസുകളാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഇവിടേക്ക് ബേസിക് ആയിട്ട് എന്താണ് വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗർഭനിരോധനത്തെ കുറിച്ചിട്ടുള്ള അറിവ് കൊടുക്കണം. ഗർഭം ധരിക്കത്തില്ല എന്നുള്ള ഒരു ചിന്ത ശരിക്കും പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടാവുന്നത്. രണ്ടാമത്, ഈ ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചിട്ട് സ്ത്രീക്കും പുരുഷനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കൊണ്ടം വാങ്ങാൻ മടിയുള്ള ഒരുത്തൻ്റെ കൂടെ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴത്തേന് മെഡിക്കൽ സ്റ്റോറുകാരൻ നോക്കുമ്പോൾ നാണം വരുന്ന ഒരുത്തൻ്റെ കൂടെ ഒരു ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധമെങ്കിലും സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി മൂന്നാമതായിട്ട്, ഗർഭം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ ആ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്ത ആളുകളുടെ മാനസിക വിചാരങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ജീവിതാവസ്ഥകളെയും ഒക്കെ പരിഗണിച്ച് പരിഹരിക്കാൻ വേണ്ടിയുള്ള, മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം ഉണ്ടാവണം. തെറ്റൊന്നുമല്ലല്ലോ ഗർഭം ധരിക്കുക എന്ന് പറയുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതും. കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നതും തെറ്റല്ലല്ലോ. കുട്ടി ഭൂമുഖത്തേക്ക് ഉണ്ടായതിന് ശേഷം, അതിനൊരു പൗരൻ എന്ന് പറയുന്ന സ്റ്റാറ്റസ് അനുവദിച്ചതിന് ശേഷം അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് ക്രൈം. അതിന് മുൻപേ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മുടെ കോടതികൾ എത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രൈമുകൾ ഇങ്ങനെ ആവർത്തിക്കും. സംവിധാനങ്ങളെല്ലാം പാടെ പരാജയമായിട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇതുപോലുള്ള ദാരുണമായിട്ടുള്ള വാർത്തകൾ ഇനിയും കേൾക്കേണ്ടി വരും. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. നിങ്ങൾക്കും കുറേയധികം സൊല്യൂഷൻസ് ആളുകൾക്ക് കൊടുക്കാനുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.